ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നലെ ഒരു മൂവി കണ്ടു, ദ ഒഡീസി. സോ അതിൻ്റെ റിവ്യൂവും അതിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. സോ ആ മൂവിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ആ മൂവി ഒരു ഓക്കെ ഫീലാണ് എനിക്ക് കിട്ടിയത്. നോളൻ്റെ ഒരു മൂവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും, കുറച്ചൊരു സ്ലോ പേസ് മൂവി ആയിരിക്കും. ഇതൊരു എമോഷണൽ ഡ്രാമയായിട്ട് പോകുന്നുണ്ട്. ജെയിംസ് കാമറൂണിൻ്റെ ഒരു പടവും നമ്മുടെ നോളൻ്റെ പടവും കൂടെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ജെയിംസ് കാമറൂൺ എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ അഡ്വഞ്ചർ ലെവലായിട്ട് ഒരു ഫാൻറ്റസി മൂഡായിട്ട് പോയേനെ. പക്ഷേ ഇത് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ഭയങ്കര ഒരു സ്ലോ എമോഷണൽ ഡ്രാമയായിട്ടാണ് പോയത്. പക്ഷെ വിഷ്വലൊക്കെ അടിപൊളിയായിരുന്നു, നല്ല വിഷ്വലാണ്. സോ നോളൻ്റെ ഒരു സ്റ്റോറി ലൈൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഓബിയസ്ലി ഈ പടം എന്തായാലും ക്ലിക്കാവും. പക്ഷേ ഈ പറയുന്ന കുറേ ആൾക്കാർ വന്ന് സോഷ്യൽ മീഡിയയിൽ പറയുന്നത് പോലെ മുടിഞ്ഞ റിവ്യൂ ഒന്നും അത്ര വലിയൊരു ഹൈപ്പൊന്നും പടത്തിലില്ല. സോ നമുക്ക് വൺ ടൈം മാത്രം നമുക്ക് ആ പടം കാണാം. അതിനും അത്രേ ഉള്ളൂ ആ പടം. അല്ലാതെ ഒരു കുറേ അഡ്വഞ്ചർ സീനുകളോ അങ്ങനെയൊന്നുമില്ല. അതായത് ഒഡീസി ഒരു ബാക്ക് സ്റ്റോറി ആയിട്ട് പുള്ളിക്കാരൻ്റെ ചിന്തകളിലേക്ക് വരുന്ന രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് അവരുടെ പാസ്റ്റ് കാണിച്ചു പോകുന്നൊരു സ്റ്റോറിയാണ്. സോ അത് നോളൻ്റെ സ്റ്റൈലിലെടുത്ത് വെച്ചു. ആക്ടേഴ്സായിട്ട് ഒഡീസിയായിട്ട് വന്ന മാക്ഡോണും എല്ലാം അടിപൊളിയായിട്ടാണ് ആക്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ അവർ അന്നാഹേത്തുമൊക്കെ പുള്ളിക്കാരുടെ വൈഫായിട്ട് ആക്ട് ചെയ്ത പുള്ളിക്കാരി അടിപൊളിയായിട്ട് ആക്ട് ചെയ്തു. പക്ഷേ എല്ലാ ആക്ടേഴ്സും അടിപൊളിയായിട്ട് ആക്ട് ചെയ്തു. പക്ഷേ അവർക്കൊന്നും കൂടുതലായിട്ടൊന്നും ഇംപ്ലിമെൻ്റ് ചെയ്യാനില്ല. സോ ഒരു നോർമൽ കഥാപാത്രം എങ്ങനെയാണോ അതുപോലെ അങ്ങ് പോയി. സോ എനിക്കൊരു ആവറേജ് മൂവിയായിട്ടാണ് തോന്നിയത്. ഞാനൊരു ഫാൻറ്റസിയും ത്രില്ലറായിട്ടാണ് ഞാൻ പ്രതീക്ഷിച്ചത്, കാരണം ഞാൻ റിവ്യൂ കേട്ട് പോയതാണ്. സോ ഞാൻ റിവ്യൂ കേട്ട് പോകുമ്പം എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ കൂടുതലും ഫാൻറ്റസിയും അഡ്വഞ്ചറും ഞാനതാണ് പ്രതീക്ഷിച്ചത്. ഇതിൻ്റെ മുന്നേ ഞാൻ പഴയ കാലത്തെ ഒഡീസി മൂവി ഞാൻ പണ്ട് ചെറുപ്പകാലത്ത് കണ്ടപ്പോൾ എനിക്ക് കിട്ടിയൊരു ഫീല് അത് കംപ്ലീറ്റ്ലി അഡ്വഞ്ചറാണ്. കാരണം അതിൽ ഈ ഒരു ബാക്ക് സ്റ്റോറി പോലെയല്ല. അതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒഡീസി അതെങ്ങനെയാണോ അവിടെ പോയി വാറ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പം എന്തൊക്കെയോ അനുഭവിക്കുന്നുള്ളത് നമുക്ക് റിയലായിട്ട് കാണിച്ച് ഇങ്ങനെ പോവുകയോ ചെയ്യുന്നു. സോ എൻഡ് ടു എൻഡ് നല്ല ത്രില്ലായിട്ടൊരു മൂവിയായിരുന്നു പണ്ടത്തെ ആ ഒഡീസി. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കം ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്ലോ ആണ്. എൻ്റെ പുറകിലിരിക്കുന്ന 2 പേര് നല്ല ഉറക്കത്തിലായിരുന്നു. പിന്നെ എൻ്റെ കൂട്ടത്തിൽ വന്ന പുള്ളിക്കാരിയും നല്ല ബോറടിച്ചാണ് കണ്ടത്. സോ ആൾക്കാർ പറയുന്ന അത്ര ഒരു ഹൈപ്പ് പടത്തിനില്ല. വൺ ടൈം വാച്ചബിളാണ്. പിന്നെ നിങ്ങളൊരു നോളം ഫാൻ ആണെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് ഓബിയസ്ലി ഈ പടം കണ്ടിറങ്ങാം. വിഷ്വൽ ട്രീറ്റ് നല്ലതായിട്ടുണ്ട്. പക്ഷേ ചില അഡ്വഞ്ചർ സീനുകളൊക്കെ ജസ്റ്റ് ഒന്ന് വന്ന് ഒന്നിങ്ങനെ വന്ന് ഓക്കെ ഇതിൽ ഒഡീസിയിൽ ഈ 2 സീൻ ഉണ്ട്, അപ്പോൾ അത് നമുക്കൊന്ന് കാണിച്ചു തരണം എന്നുള്ളതായിട്ട് അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു പോകുന്നേ ഉള്ളൂ. സോ ആ ഒറ്റ കണ്ണിൻ്റെ ആ ഒരു സീനൊക്കെ അതൊക്കെ ശരിക്കും പഴയ ഒഡീസിയിൽ നമുക്ക് ശരിക്കും ആ ഒരു സീൻ കുറേ നേരമുണ്ട്. ഇതെന്ന് പറഞ്ഞൊരു 5 മിനിറ്റായിട്ടേ ഉള്ളൂ. സോ അങ്ങനെ നമ്മൾ ഒരുപാട് എക്സ്പെക്റ്റേഷനുമായിട്ട് ഈ പടത്തിന് പോകേണ്ട ആവശ്യമില്ല. ഒരു 100-ൽ ഒരു 20-30% എക്സ്പെക്റ്റേഷനുമായിട്ട് ഈ പടം കാണാൻ പോയാൽ മതി. കാരണം അത്രേ ഉള്ളൂ പടം. സോ നോളൻ്റെ ഒരു സ്റ്റൈല് നോളൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഓക്കെ പടം ക്ലിക്കാവും. അല്ലാതെ നമ്മളൊരു ഫാൻറ്റസി ഒഡീസി എന്ന് പറയുന്നൊരു പണ്ടത്തെ ഒരു ഫാൻറ്റസി ഒരു കെട്ടുകഥയാണെങ്കിലും അതിലൊരുപാട് ഫാൻറ്റസി എലിമെൻ്റ് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് അത് കാണാൻ പോയി ഒരുപാട് അടിയും കുത്തും ഫൈറ്റും വാറും ഒക്കെ ഉണ്ടെന്ന് വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല. കാരണം ഫസ്റ്റ് ഹാഫ് ഫുള്ള് സ്ലോ ആയിട്ട് ഇങ്ങനെ എന്താണോ എമോഷണലി ഒഡീസി എന്താണോ നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്നത് അതൊക്കെ കാണിച്ച് ഇങ്ങനെ വന്ന് സെക്കൻഡ് ഹാഫിലും കുറച്ചൊരു ലാഗൊക്കെ ആയിട്ട് പിന്നെ പടം ഒരു 45 മിനിറ്റ് പടം ജസ്റ്റ് ഒന്ന് ഓണായിട്ട് ഇങ്ങനെ പോകും. പിന്നെ ക്ലൈമാക്സിലും ഒരു 10 മിനിറ്റ് അടിപൊളിയായിട്ട് പോകും. നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ ആയിട്ടാണ് പടം ഇങ്ങനെ പോകുന്നത്. സോ ആൾക്കാരും
ഒരു 30% ഞാൻ പോയ തിയേറ്ററിൽ ഉള്ളൂ. കണ്ണൂർ സിനിപോളിസിലാണ് ഞാൻ പോയി കണ്ടത്. ഈ സിനിമയുടെ അഭിപ്രായം തികച്ചും എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. സോ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാകാം, പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു എൻ്റർടൈൻമെൻറ്റ് മൂവി അല്ലെങ്കിൽ എനിക്ക് എന്നെ എത്രത്തോളം ഒരു എൻ്റർടൈൻ ചെയ്യിക്കാം അങ്ങനെയുള്ള മൂവിയാണ് ഞാൻ കൂടുതലും കാണാറ്. സോ ഇതും ഞാൻ അങ്ങനെ എക്സ്പെക്റ്റേഷൻ ചെയ്തതാണ്. കാരണം റിവ്യൂ ഒക്കെ കണ്ട് ഞാൻ ഒരുപാട് എക്സ്പെക്റ്റേഷനിൽ പോയി കണ്ട പടമാണ്. പക്ഷേ എനിക്കത്ര ഒരു എന്താ പറയുക എൻ്റർടൈൻമെൻറ്റ് ഈ മൂവിയിൽ നിന്ന് കിട്ടിയിട്ടില്ല. ഇതൊരു എമോഷണൽ ഡ്രാമയായിട്ട് പോകുന്നൊരു പടമായതുകൊണ്ടാകാം. അതുമല്ല, ഇതെൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. പിന്നെ എന്തായാലും നോളൻ്റെ ഒരു സ്റ്റൈൽ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ പടം എന്തായാലും 100% ക്ലിക്ക് ചെയ്യും. പക്ഷേ അല്ലാതെ ഒരു സാധാരണക്കാരനോ അല്ല കൂടുതലും എന്താ പറയുക ഫാൻറ്റസി ഇഷ്ടപ്പെടുന്നവർക്കോ ഒരു ആക്ഷൻ ത്രില്ലർ ഇഷ്ടപ്പെടുന്നവർക്കോ അവർക്കൊന്നും ഈ പടം എനിക്ക് തോന്നുന്നില്ല അത്ര ക്ലിക്കാവുന്നു. അതുകൊണ്ട് നിങ്ങൾ റിവ്യൂ കാണുമ്പം നിങ്ങൾ ഒരുപാട് എക്സ്പെക്റ്റേഷനിൽ പോകണ്ട. നിങ്ങളൊരു എന്താ പറയുക ഒരു 50 ഒരു പകുതി എക്സ്പെക്റ്റേഷനിൽ പോയാൽ മതി. നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാം. കാരണം ഈ പടത്തിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു എന്താ പറയുക വിഷ്വൽ ട്രീറ്റ് ഉണ്ട്. പിന്നെന്താ പറയുക കുറേ എമോഷണൽ സീൻസ് വരുന്നുണ്ട്. എന്നാലും അത്രയൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ലാത്ത എമോഷൻ സീൻസും പിന്നെ അങ്ങനെയുള്ള കുറേ സീനുകളും പിന്നെ കൂടുതലും ഇവർ എന്താ പറയുക സംസാരത്തിലൂടെയാണ് ഇതിൻ്റെ ഫുൾ സ്റ്റോറി പോകുന്നത്. സോ അതുകൊണ്ട് നിങ്ങൾക്ക് കൂടുതലും ആ ഇതിൽ ഫീല് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് കുറേ അണ്ടർസ്റ്റാൻഡബിൾ ആകണം. എന്താണ് ഒഡീസിയുടെ ഒരു സ്റ്റോറി ലൈൻ, അതൊന്നും മനസ്സിലാക്കിയിട്ട് ഈ പടം കാണാൻ പോകുമ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് കാര്യം പിടി കിട്ടും. സോ ഈ മൂവി അത്രയും വലിയൊരു ലെവലിലേക്കുള്ള എല്ലാവരും ഭയങ്കരമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു, ഭയങ്കര മൂവിയാണെന്ന് പറയുന്നതുകൊണ്ട് ഞാൻ ഇന്നലെ പോയി കണ്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ റിവ്യൂ പറഞ്ഞത്. സോ ഞാനിപ്പോഴും പറയുന്നത് പടം ഓക്കെ ടു വാച്ച്. പക്ഷേ പ്രോബ്ലം എന്ന് പറയുന്നത് നിങ്ങൾ ഒരുപാട് എക്സ്പെക്റ്റേഷൻ കൊണ്ട് പോയി കഴിഞ്ഞാൽ പടം നിങ്ങളെ ചിലപ്പോൾ ഡിസപ്പോയിൻറ്റ് ചെയ്തേക്കാം. സോ ആക്ടേഴ്സൊക്കെ നന്നായിട്ട് അഭിനയിച്ചൊരു പടം തന്നെയാണ്. പക്ഷേ വിഷ്വൽ എലിമെൻറ്റും ഉണ്ട്. പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ഇമ്പാക്റ്റ് തരില്ല ചില സ്ഥലങ്ങളിൽ. നമ്മൾ ഒരുപാട് എക്സ്പെക്റ്റേഷൻ കൊണ്ട് പോകരുത്. ഒരു നോർമൽ നല്ലൊരു സ്റ്റോറി ആയിരിക്കും. നോളൻ്റെ ഒരു രീതിയിലുള്ളൊരു സ്റ്റോറിയാണ്. അതുകൊണ്ട് നമുക്ക് ഈ പടം പോയി കാണാം. സോ നമുക്ക് നല്ലൊരു വിഷ്വൽ ട്രീറ്റും നോളൻ്റെ ഒരു സ്റ്റൈൽ സീനും കിട്ടും. അതുകൊണ്ട് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പടം 100% ഓക്കെയാണ്. എന്നും വെച്ചാൽ നിങ്ങൾ ജെയിംസ് കാമറോണിൻ്റെ ഒരു സ്റ്റൈലാണ് പ്രതീക്ഷ നോളൻ്റെ പടത്തിൽ പോകുന്നത്. ഇത് ഒഡീസി മൂവി അല്ലേ, അതുകൊണ്ട് ഭയങ്കരമായിട്ട് അഡ്വഞ്ചറും ഭയങ്കര സെറ്റപ്പായിരിക്കും. അങ്ങ് പടം ഒരു ഫസ്റ്റ് ഹാഫിന് മുന്നേ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ പടം അങ്ങോട്ട് വേറെ ലെവലായിരിക്കും. അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും ഈ പടത്തിൽ നിന്ന് കിട്ടില്ല. ഇതൊരു എമോഷണൽ ഡ്രാമ സ്ലോ പേസ് മൂവിയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. ഒരുപാട് വീഡിയോസ് റൈഡിങ്ങിനെ കുറിച്ചും പിന്നെ അല്ലാതെയും കുറേ ടെക്നിക്കൽ പരമായ വീഡിയോസും ട്രാവലിംഗ് വ്ളോഗൊക്കെ ഈ വീഡിയോയിൽ വരുന്നതായിരിക്കും. താങ്ക് യു.